ഒരു വൈരാഗിയെ ഗൃഹസ്ഥനാക്കി മാറ്റിയ അതെ അവളാണ്. വൈരാഗിയാണ് ഞാൻ. പ്രശംസ ആഗ്രഹിക്കുന്നുമില്ല, അപമാനത്തെ ഭയക്കുന്നുമില്ല. അല്ല, ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല കമന്റ്സ് വന്നിട്ടുള്ളത് ശിവന്റെ ഗേൾസ് ഫാൻസ് കുറെ ഉണ്ടാവും. ഉണ്ടല്ലേ? ചിരിച്ചു തള്ളാനായിട്ട് ശ്രമിച്ചു, പക്ഷെ നമ്മള് കൈയോടെ ഓരോന്ന് വായിക്കും. നിങ്ങൾക്കായി അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളില്ല. കയ്യിലില്ലാത്ത എന്ത് കഴിവാണുള്ളത്. ഒരിക്കലും എന്താ പറയാ ആൾക്കാരിലേക്ക് എത്തുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മെല്ലെ എങ്ങനെ വരും. ഞാൻ വിചാരിച്ച ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇവൻ ഏതാടാ എന്ന് പറഞ്ഞിട്ട് പോകുന്ന വിചാരിച്ചേ. പക്ഷെ എന്തോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആളാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ്? അല്ല, വിശ്വാസമുണ്ട്. അമ്പലത്തിൽ എന്നും പോകുന്ന ആളാണെന്ന് ചോദിച്ചാലല്ല, പക്ഷെ വിശ്വാസമുണ്ട്. വൈരാഗിയാണ് ഞാൻ. പ്രശംസ ആഗ്രഹിക്കുന്നുമില്ല, അപമാനത്തെ ഭയക്കുന്നുമില്ല. ശത്രുവുമില്ല, മിത്രവുമില്ല. എന്റേതൊന്നുമില്ല, അന്യന്റേതൊന്നുമില്ല. ബാക്കി ഡയലോഗ് ഞാൻ മറന്നു. എല്ലാം നമ്മൾ പയറ്റി നോക്കുക, ഏതെങ്കിലുമൊക്കെ വർക്കൗട്ട് ആവും. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വോയിസ് ആക്ടറും ഒക്കെ ആയിട്ടുള്ള വിഷ്ണു വിജയനാണ്. നമസ്കാരം. താങ്ക് യു. കയ്യിലില്ലാത്ത എന്ത് കഴിവാണുള്ളത്? അതെന്താ അങ്ങനെ ചോദ്യം? ഞാൻ നോക്കുമ്പോ ആക്ടറാണ്, വോയിസ് ആർട്ടിസ്റ്റ് ആണ്, പിന്നെന്താ നന്നായിട്ട് പെയിന്റ് ചെയ്യും, നന്നായിട്ട് സ്കെച്ച് ചെയ്യും, പാടും. പിന്നെന്താ ഉള്ളത്? ഞാൻ കേട്ടല്ലോ, പാട്ട് കേട്ടിട്ടുണ്ട്. എല്ലാം മരിച്ചു പെറുക്കിയിട്ടുണ്ടല്ലേ? എല്ലാം അരിച്ചു പെറുക്കി. അപ്പൊ ഈ ഒരു ഇത് എല്ലാം എന്താ പറയാ, ഒരു താളത്തിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യാണ്, IT ഫീൽഡിലാണ്. ഈ IT ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ നേരിടുന്ന പ്രശ്നം സമയമാണ്. അതിന്റെ ഇടയിൽ ഇത്രയും പരിപാടികളൊക്കെ ചെയ്യുക, ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല. പറയും. അത് കറക്റ്റ് പറയുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വൈകുന്നേരം ഒരു 7:30-8 മണി ആവുന്ന സമയത്തായിരിക്കും ഞാൻ വീട്ടിലെത്തുന്നത്. അതിന് ശേഷമാണ് പിന്നെ ഷൂട്ട് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും എല്ലാ പരിപാടിയും ആ സമയത്താണ്. അപ്പോൾ പിന്നെ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എഡിറ്റ് ചെയ്യും. അതിന്റെ പിറ്റേ ദിവസം പിന്നെ വേറെ എന്തെങ്കിലും ബാക്കി വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ എന്നാലും നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വൈരാഗിയെ ഗൃഹസ്ഥനാക്കി മാറ്റിയ അതെ അവളാണ്. അതെ അവളാണ്. ഈ ഒരു വോയിസ് അല്ലേ, നമ്മള് ഒരിടയ്ക്ക് കേൾക്കാൻ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ എസ്പെഷ്യലി ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ശിവന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നതാ. ഞാൻ നോക്കുമ്പോൾ കൊള്ളാൽ ഇത് ആരാ ചെയ്തത്? എന്റെ ധാരണ എന്താന്ന് വെച്ചാൽ കൈലാസ്നാഥിൽ ഉള്ളതാണ്. ചെയ്തിട്ടുള്ള വേറെ ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനും, അതുപോലെ സിജു മേക്കാട് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതാണ് ഇടക്കിടക്ക് കേൾക്കുന്നത്. പിന്നെ എന്റെ ഒരു വേർഷൻ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവുന്നല്ലോ. പക്ഷെ എങ്ങനെയോ എന്തോ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ വോയിസ് ഇത് ആരെ ആദ്യം കണ്ടുപിടിച്ചേ? ആരാദ്യം? ഫ്രണ്ട്സ് തന്നെയാണ്. ഞാൻ പണ്ട് നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത്, ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന സമയത്ത് കാറിൽ സൈഡിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്ലെക്സോ കാണൂലേ, അപ്പൊ ആ സമയത്ത് ഇത് കാണുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് വായിക്കും. നിങ്ങൾക്കായി അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളില്ലേ, അപ്പൊ അത് ഇങ്ങനെ പറയാൻ നോക്കും. അപ്പൊ ഇത് ഒരുപാടാവുന്ന സമയത്ത് ഫ്രണ്ട്സ് പറയും, എടാ നീ നിർത്ത്, കുറെ നേരമായില്ല തുടങ്ങിയിട്ട് എന്ന് പറയും. പക്ഷെ അവരെന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഇപ്പോഴും കൂടെ ഉള്ളതൊക്കെ അവർ തന്നെയാണ്. എന്റെ ക്ലോസ് സർക്കിളിലെ അവർ തന്നെയാണ്. അപ്പോൾ എന്താ പറയാ, പിന്നെ ഞാൻ ചെയ്ത് എന്തോ ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ ഇടാൻ തുടങ്ങി. പിന്നെ അതിന്റെ ശേഷം കുറച്ച് ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി. ഇപ്പോഴും കുറച്ച് ആൾക്കാരിൽ തന്നെ ഉള്ളൂ, ഒരുപാടൊന്നുമില്ലെങ്കിലും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഇതിനകത്തേക്ക് മാത്രം ഫോക്കസ് പോവാത്ത എന്താ? അതായത് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം ഓക്കെ ഈ IT ഫീൽഡ് ഒന്ന് നിർത്താം, എന്നിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് പോവാം, അത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പാഷനിൽ ക്ലച്ച് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ വീട്ടിൽ എനിക്ക് ബാക്കപ്പോ കാര്യങ്ങളോ ഏട്ടനോ അനിയനോ ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം അവരുടെ എന്തെങ്കിലും രീതിയിൽ കയറായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കപ്പ് വേണം, അതിൻ്റെ കൂടെ എനിക്ക് പാഷനും എല്ലാം കൊണ്ടുപോകണം. പാഷനിൽ ക്ലിക്കായി കഴിഞ്ഞാൽ മെല്ലെ പോകും. ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വോയിസ് ഒക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെയാ നമ്മളിങ്ങനെ പിക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എവിടെ നിന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുക? നോർമലി ഞാൻ ഇങ്ങനെ റീൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ അറിയാലോ, അൽഗോരിതം വെച്ചിട്ട് നമ്മളിപ്പം വോയിസ് ആണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക വോയിസിന്റെ ടൈപ്പ് ആയിരിക്കും. അപ്പൊ എനിക്കിങ്ങനെ ഒരുപാട് ഇപ്പൊ ശിവന്റെ കാണുന്ന സമയത്ത് ഒരുപാട് ആ ഒരു കൈലാസ്നാഥൻ സീരിയലുള്ള ഒരുപാട് വോയിസ് എനിക്ക് വരും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇത് ചെയ്തു നോക്കിയല്ലോ. പക്ഷെ ചിലത് കാണുന്ന സമയത്ത് ഒരുപാട് ലെങ്തി ഡയലോഗ് ആയിരിക്കും. അപ്പൊ അത് ചെയ്യാൻ ചിലപ്പോൾ ടാസ്ക് ആയിരിക്കും. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അഥവാ ഇഷ്ടപ്പെട്ടാലോ ആൾക്ക് നല്ല രീതിയിൽ. അങ്ങനെ ചെയ്തതാണ് എല്ലാം. ശിവന്റെ ആണെങ്കിലും കൃഷ്ണന്റെ ആണെങ്കിലും ബാക്കി പറഞ്ഞ പോലെ ബാഹുബലി ആണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തതാണ്. ഒരിക്കലും എന്താ പറയാ ആൾക്കാരിലേക്ക് എത്തുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മെല്ലെ എങ്ങനെ കേറി. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വോയിസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ
കൂടുതലും ആൾക്കാർ മുഖം കാണിക്കലുണ്ടാവില്ല. അതായത് എന്താ പറയാ, വിഷ്വല് മാത്രമായിട്ടായിരിക്കും ചിലപ്പോ ഒക്കെ വരാറുണ്ട്. അപ്പൊ പക്ഷെ വിഷ്ണു ആ ഒരു ഇത് മെയിൻ, അതായത് വിഷ്ണുവിന്റെ ഫേസും കൂടെ ഉണ്ട്, അന്ന് ഇതും കൂടെ കാണുകയും ചെയ്യും. അതുകൊണ്ട് ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുള്ള കുറെ സന്ദർഭങ്ങൾ ഒരു 2-3 മാസമായിട്ടുള്ളൂ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന്റെ മുമ്പ് വരെ ഞാൻ എന്താ ചെയ്തത്, ഒരു 1.5 year ആയിട്ട് റീൽസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ എന്താ പറയുക, പറഞ്ഞ പോലെ വോയിസ് മാത്രമായിട്ട് ഇടും. അപ്പോൾ ആൾക്കാർ ഇപ്പോഴാണ് ഫേസ് കാണിച്ചതിന് ശേഷമാണ് ആൾക്കാർ ഇവനാണ് അവൻ വോയിസ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലായിട്ട്. മുമ്പും അത്യാവശ്യം എന്താ പറയാ വോയിസ് ഒക്കെ പക്ഷെ ഞാനാണ് ചെയ്തിട്ടുള്ളത് അധികം ആൾക്കാർ അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം മനസ്സിലായിട്ട് അതിനകത്തൊരു രസമില്ലേ, കാരണം നമ്മളെ കാണാതെ നമ്മുടെ വോയിസ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ ആദ്യം തൊട്ട് എന്റെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാം ഉള്ള കാരണം പിന്നെ അവർക്ക് അത്ര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അറിയണ്ടായിരുന്നില്ല കുറെ ആൾക്കാർക്ക് ഞാനാണ് ഈ ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യുന്നത് അറിയട്ടെ, എന്റെ ഫേസ് കണ്ടോട്ടെ. പക്ഷെ ഞാൻ വിചാരിച്ച ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇവൻ ഏതാടാ എന്ന് പറഞ്ഞിട്ട് പോകുന്ന വിചാരിച്ചേ. പക്ഷെ എന്തോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഗേൾസ് ഫാൻസ് കുറെ ഉണ്ടാവും ഉണ്ടല്ലേ, ചിരിച്ചു തള്ളാനായിട്ട് ശ്രമിച്ചു, പക്ഷെ നമ്മള് കൈയോടെ ആ ഒരു ആൾക്കാരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെയ്യുന്ന പോലെ റീൽസ് പോലെ ചെയ്തു പോകുന്നു. കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അതിൽ കുറച്ച് ഗേൾസ് ഉണ്ടായിരിക്കും, ബോയ്സ് ഉണ്ടായിരിക്കും. DM-ല് വരാറുണ്ടോ? DM-ല് വരാറുണ്ട്. വോയിസ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇത് ആണുങ്ങളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ആൺകുട്ടികളുടെ ഭയങ്കര ബേസ് ആയിട്ടുള്ള ഒരു വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ഭയങ്കര രസം തോന്നാറുണ്ട്. അതായത് എല്ലാരും പറയണേക്കാം രാവിലെ സംസാരിക്കണം. അതെ, രാവിലെ സംസാരിച്ച് ഭയങ്കര ബസായിരിക്കും. ഞാൻ നോർമൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ ഭയങ്കര ബേസ് വേണ്ടതൊക്കെ രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കട്ടി കിട്ടും സംസാരിക്കുന്ന സമയത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആവുന്ന സമയത്തും ചിലപ്പോൾ സമയത്തൊക്കെ കിട്ടും. ചിലപ്പോഴാണെങ്കിൽ വോയിസ് വൻ സീനായിരിക്കും. അതായത് എനിക്ക് തോന്നുന്നു സംസാരിച്ച് തൊണ്ട. ഇപ്പൊ മീറ്റിംഗ് ഒക്കെ ഓഫീസിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം സംസാരിക്കുമല്ലോ. അതിന് ശേഷം പിന്നെ വോയിസ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ പാളിപ്പോവും, നടക്കൂല. അപ്പൊ രാവിലെ തന്നെ റെക്കോർഡ് ചെയ്യും? അല്ല, അങ്ങനെയല്ല. ഇപ്പം ബാക്കിയുള്ള വർക്ക്സ് ഒക്കെ വരുന്ന സമയത്ത് വൈകുന്നേരം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. കാരണം എന്റെ വർക്ക് കഴിയുന്നത് 6:30 സമയം. അത് കഴിഞ്ഞിട്ട് അവന് സ്റ്റുഡിയോയിൽ പോകുന്നുണ്ടാവാം. പക്ഷെ നോർമലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഈ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു റൂമിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്റെ ബേസ് ഉള്ള പോലെ തോന്നും. അല്ലാതെ നമ്മളിപ്പം ഭയങ്കര ഇതായിട്ടുള്ള ഒരു വലിയ റൂമാണെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ഭയങ്കര ഡിസ്കംഫർട്ട് പോലെ തോന്നാറുണ്ട്. ഇപ്പൊ ഈ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആളാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണോ? അല്ല, വിശ്വാസം ഉണ്ട്. അമ്പലത്തിൽ എന്നും പോകുന്ന ആളാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ വിശ്വാസം ഉണ്ട്. ആ ഒരു അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് വൈബൊക്കെ അല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്റെ പ്രൊഫൈലിൽ കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡെയിലി അമ്പലത്തിൽ പോകുന്ന ഒരാളാണെന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. എല്ലാ വോയിസ് ആണെങ്കിലും എല്ലാം അങ്ങനെ. ഇപ്പൊ സാധാരണ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ് ചെയ്യുന്ന ഇതൊക്കെ റാൻഡം ആയിട്ട് ഇങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ ഡബ് ചെയ്ത് പോല. പക്ഷെ ചൂസ് ചെയ്യുന്ന കുറെ ഇതൊക്കെ നമ്മൾ കറക്റ്റ് നമുക്ക് അവര് സംസാരിക്കുന്ന പോലെ. ശിവനാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾക്ക് ശിവൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ശിവൻ വേറെ ആരുമല്ല, നമുക്ക് കൈലാസനാഥന്റെ ശിവനെ മുമ്പിലേക്ക് വരുള്ളൂ. പെട്ടെന്ന് മോഹിത് അങ്ങനെ എന്തോ ചൗഹാനോ അങ്ങനെ എന്തോ. അതായത് ഞാനൊക്കെ കുഞ്ഞിലെ പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ശിവൻ അറിയത്തില്ല, അതാ കൈലാസനാഥനാണ്. അങ്ങനെയായിരുന്നു നേരത്തെ ഒക്കെ. അപ്പൊ ആ ഒരു വോയിസ് ആയിട്ട് കുറച്ചൊക്കെ സിമിലാരിറ്റി ഒക്കെ തോന്നും. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല കമന്റ്സ് വന്നിട്ടുള്ളത് ശിവന്റെ. കാരണം ഞാൻ കൃഷ്ണന്റെ ട്രൈ ചെയ്താലും അതുപോലെ തന്നെ ബാഹുബലി ചെയ്ത സമയത്തും ബാഹുബലി ഓക്കെ എല്ലാം കൃഷ്ണന്റെ എല്ലാം ഓക്കെയാണ്. പക്ഷെ നല്ല റീച്ചും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ശിവൻ ചെയ്തിട്ട് അതൊരു രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു. അപ്പൊ അതിന്റെ ശേഷം ചെയ്യുന്ന സമയത്ത് ശിവന്റെ ഫാൻസ് വന്നിട്ട് ബ്രോ ശിവൻ ചെയ്താൽ മതി, വേണ്ട കൃഷ്ണൻ ചെയ്യണ്ട, ബാഹുബലി വേണ്ട നമുക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അല്ലാതെ ആൾക്കാർ, എന്നെ കാണാത്ത ആൾക്കാർ കാണുന്ന സമയത്ത് അടിപൊളി എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. എല്ലാം നമ്മൾ പയറ്റി നോക്കുക, ഏതെങ്കിലുമൊക്കെ വർക്ക്ഔട്ട് ആവും. എന്തുകൊണ്ട് പാട്ട് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ടിരിക്കും. പക്ഷെ പാടുന്നുണ്ട്. ഞാനത് വോയിസ് ഇങ്ങനെ ഞാൻ ജസ്റ്റ് കേട്ടപ്പോഴത്തേനും, അതായത് മിക്ക ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നമുക്ക് ഈ വോയിസ് ഓവർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡബ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല വോയിസ് ആണല്ലോ, എന്തുകൊണ്ട് ഇവര് പാട്ട് ട്രൈ ചെയ്യുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് ഡൗട്ട് വന്നു. കാരണം അറിയോ, കാരണം ഓൾറെഡി നമ്മളെ ആ ഒരു വോയിസ് കാരണം കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടില്ലേ, പിന്നെ പാട്ട് പാടി അവർ വെറുപ്പിക്കേണ്ടത്. ഞാൻ വിചാരിച്ചു അതിനകത്ത് എന്തോ ഒരു കാരണം അതാണ് ഇപ്പൊ പറയാൻ. ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു വോയിസ് ഏതാ പറയണ്ടേ? അങ്ങനെ എനിക്ക് വൈരാഗ്യം മതി. വൈരാഗിയാണ് ഞാൻ പ്രശംസ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞ ഓക്കെ ഒന്ന് അറിഞ്ഞൂടെ, കാരണം ആ ഒരു വിഷ്വല് വേണോ, വിഷ്വല് കാണിക്കണം? വേണ്ട. വൈരാഗിയാണ് ഞാൻ,
പ്രശംസ ആഗ്രഹിക്കുന്നുമില്ല, അപമാനത്തെ ഭയക്കുന്നുമില്ല, ശത്രുവുമില്ല, മിത്രവുമില്ല, എന്റേതൊന്നുമില്ല, അന്യന്റേതൊന്നുമില്ല. ബാക്കി ഡയലോഗ് ഞാൻ മറന്നു. മറ്റേതും കൂടി ഒന്ന് പറയോ? വൈരാഗിയെ ഗൃഹസ്ഥനാക്കി മാറ്റി. ഒരു വൈരാഗിയെ ഗൃഹസ്ഥനാക്കി മാറ്റിയത് അവളാണ്. അവളാണ് പ്രേമത്തിന്റെ നിർവചനം പഠിപ്പിച്ചത്. എനിക്ക് അറിഞ്ഞൂടത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നോക്കിയോ എന്നുള്ള കാര്യം. പക്ഷെ ഇത് കേൾക്കുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുമല്ലോ, ഇതാണ് ഇന്ന ആളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ. വേറെ ആളാണ് നേരത്തെ ചെയ്തു വെച്ചതെന്നുള്ളതൊന്നും ആരും അങ്ങനെ തോന്നുന്നു. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഞാനാണ് ഒറിജിനൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും കമന്റ്സിൽ ഞാനല്ല ചെയ്തിരിക്കുന്നതെന്ന് പറയും. പിന്നെയും കമന്റ്സ് വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറയും, അങ്ങനെ പറയാറുണ്ട് ഞാനല്ല, കാരണം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാറില്ലല്ലോ. ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കൊക്കെ ഇങ്ങനെ സംസാരിപ്പിക്കാറ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാറ്. കേട്ട് പരിചയമുള്ള കാരണം ഞാൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ ശിവന്റെ അല്ല, ഞാൻ ഈ പൊതുവെ ഈ അഡ്വർടൈസ്മെന്റ് ഡബ് ചെയ്യാനായിട്ട് ഞാൻ കുറെ നോക്കാറുണ്ട്, വായിച്ചു നോക്കാറുണ്ട്. അപ്പൊ അവരിങ്ങനെ പറയാറുണ്ട്, എടാ നീ ഇങ്ങനെയൊക്കെ കഴിവ് വെച്ചിട്ട് നീ ഇങ്ങനെ നിൽക്കണ്ട, നീ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നു പറയാറുണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ ഇങ്ങനെ തിയേറ്ററിൽ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ ഇപ്പോഴും ഒന്നാണെന്നല്ല, ഞാൻ ഇപ്പോഴും എന്താ പറയാ ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തതാണോ? അതെ. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ ഓക്കെ ഇവരിങ്ങനെ ഒരു വർക്ക് കൊടുത്താൽ നന്നായിരിക്കും തോന്നാൻ ഒരു മീഡിയം വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കൂടുതലായിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടമാണ്, കാരണം നമ്മുടെ ഈ വർക്ക് പ്രഷറിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ നല്ല കമന്റ് പറയാന്നൊക്കെ പറയുമ്പോഴേ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപ്രിസിയേഷൻ ആരുടെ അടുത്തുനിന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ അപ്രിസിയേഷൻ ആയിട്ടുള്ള ലാസ്റ്റ് ടൈം എന്നെ ഉണ്ണിച്ചേട്ടൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ണിമുകുന്ദൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ടൈം മാർക്കോട് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട സമയത്ത് ഉണ്ണിച്ചേട്ടൻ, പിന്നെ അങ്ങനെ 1-2 ഫിലിം അങ്ങനെ ഫോളോ ചെയ്ത് കണ്ടു, ബാമ ആക്ട്രസിൽ അങ്ങനെയൊക്കെ. ഇത് കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ. ഇത് ഒരു ആദ്യമൊക്കെ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് മാത്രമല്ലേ നമ്മളൊരു ഷെയറൊക്കെ കാര്യങ്ങളൊക്കെ പോവുള്ളൂ. പിന്നീടാണ് ഇത് അറിഞ്ഞറിഞ്ഞ് കേട്ട് ഷെയർ ചെയ്താണ് ഇത് എല്ലാവരിലേക്കും ഒക്കെ ആയിട്ട് എത്തുന്നത്. ആദ്യമൊക്കെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേക്കും അധികം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ വിഷമമൊക്കെ തോന്നാറുണ്ട്. ഇല്ല, ഞാൻ നോർമലി അങ്ങനെ, ഒന്നാമത്തെ കാര്യം ഇൻസ്റ്റയുടെ അൽഗോരിതം അങ്ങനെയാണല്ലോ, എപ്പോൾ വേണമെങ്കിലും റീച്ച് കട്ടാവാ, റീച്ച് കൂടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതിന് റീച്ച് ആവണം എന്നുള്ള രീതിയിൽ ചെയ്യാറില്ല. എല്ലാം എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യും. അത് എന്തോ കാരണവശാൽ ആൾക്കാർ ഇഷ്ടപ്പെടും, ചിലത് റീച്ച് ആവും, ചിലത് ഫ്ലോപ്പ് ആവും. ഇപ്പൊ ചില അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര രസം തോന്നും അവര് സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. ചില ജ്വല്ലറിയുടെ ഒക്കെ ആഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇതുപോലെ ചെയ്യാനായിട്ട് നോക്കിയിട്ട് പിന്നെ അവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചാൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? തിയേറ്റർ അഡ്വർടൈസ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫുഡ് ബൈ ജൂസ്കോ ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പട്ടിന്റെ വിശ്വസ്തത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളില്ലേ. മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ. പിന്നെന്തായിരുന്നു, ധാത്രി ഹെയർ കെയർ ഓയിൽ പട്ടുപോലുള്ള മൃദുലമായ മുടിയിഴകൾക്കായി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം തൊട്ടേ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഡബ് ചെയ്ത് തുടങ്ങി. പിന്നെ എൻ്റെ വോയിസിൽ എന്തോ കാര്യം ഉണ്ടെന്ന് തോന്നി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ക്ലബ് ഹൗസ് ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ വരുന്ന സമയത്ത് അതിൽ ഉള്ള ആൾക്കാർ ചോദിക്കും, ബ്രോ ആർജെ ആണോ? അല്ല, ആർജെ അല്ല. അപ്പൊ ഇങ്ങനെ ആലോചിക്കും എന്താ ആർജെ എന്ന് ചോദിക്കാൻ കാരണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ വോയിസിൽ എന്തോ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണ്. ക്ലബ് ഹൗസിൽ അന്നേരം കുറെ ആൾക്കാർ ഇതുപോലെ ഉണ്ടായിരുന്നു. അതായത് ഞാനുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ക്ലബ് ഹൗസ്. എനിക്കൊന്ന് കൊറോണ ടൈമിലാണ്, നമുക്കൊക്കെ വെറുതെ ഇരിക്കുന്ന ഒരു ടൈം. ആ സമയത്ത് കുറച്ച് ആക്റ്റീവ് ആവാനായിട്ട് ക്ലബ് ഹൗസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെ കുറെ നല്ല നല്ല ആൾക്കാര് അങ്ങനെ കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടോ ഈ ഒരു മേഖലയായിട്ട് ബന്ധമുള്ള ആൾക്കാരെ? ഇല്ല, അങ്ങനെ എനിക്ക് ആ ഒരു ക്ലബ് ഹൗസിൽ എനിക്ക് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയിട്ടില്ല. കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടെന്നല്ലാണ്ട്. പിന്നെ അതിപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാടായി. ഇപ്പൊ അങ്ങനെ കോണ്ടാക്റ്റിലുണ്ട്, പക്ഷെ സംസാരിക്കാറൊന്നുമില്ല. ഞാൻ പൊതുവേ അങ്ങനെ ഭയങ്കര കീപ്പ് ഇൻ ടച്ച് പരിപാടി ഭയങ്കര കുറവാണ്. ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അതെ. ഒരു സഭയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് മിങ്കിൾ ആവാൻ കുറച്ച് സമയം എടുക്കും. സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ നിർത്തി പോകുന്ന ചോദിക്കേണ്ടി വരില്ല. ഇപ്പൊ എന്താ പറയാ, ഇത് ഈ ഒരു വോയിസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്? പ്രപ്പോസലാണ്, അങ്ങനെയല്ല. വോയിസ് ഇഷ്ടമാണ് ചേട്ടാ, ഭയങ്കര എല്ലാ വോയിസും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും റീസെന്റ് വന്നൊരു കമന്റ് അല്ല, DM വന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ അമ്മ എനിക്ക് തോന്നുന്നു ഡിപ്രഷൻ തെറാപ്പി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോർമലി രാത്രി കിടക്കുന്ന സമയത്ത് എന്റെ വോയിസ് ഒക്കെ കേട്ടിട്ടാണ് ഉറങ്ങാറെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എന്റെ വോയിസ് കാരണം ഇങ്ങനെയൊക്കെ ഉപകാരങ്ങളുണ്ടല്ലേ, സന്തോഷം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അങ്ങനെ ഒരു നമ്മള് കാരണം ഒരാൾക്ക്
ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ നമ്മുടെ വോയിസ് ഇങ്ങനെ ആൾക്കാർക്ക് ഇത്രയും ഒരു സൂത്തിങ് ആയിട്ട് തോന്നാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസമാണ് എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇപ്പോഴും ഇല്ലല്ലോ. തോന്നാറില്ല എന്തുകൊണ്ടാണ് അത്ര സൂത്തിങ് തോന്നുന്നുള്ള കാര്യം. കാരണം നമുക്ക് നമ്മൾ കേൾക്കുന്ന വോയിസ് നമ്മുടെ വേറെ ആയിരിക്കുമല്ലോ. മീൻസ് അങ്ങനെയല്ല, കറക്റ്റായിട്ട് പുറത്തുനിന്ന് ഒരാൾ കേൾക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വോയിസിന്റെ ഡെപ്ത് എന്താണെന്നും അതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടാവുക. പിന്നെ ഇതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് വീട്ടിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, വീട്ടിൽ ഒന്നാമത്തെ കാര്യം ഒരു ഗ്രാമത്തില് അങ്ങനത്തെ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു വീടാണ്. അപ്പം നാടെവിടെ? നാട് ഈ പറഞ്ഞിട്ടുള്ള സ്വാധീനം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ എന്താ ഫിലിം ഫീൽഡോ അല്ലെങ്കിൽ ഡബിങ്ങോ ഒന്നും ഒരു പരിചയമില്ല. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെങ്കിലും ജോബ് ആവണം, ജോബ് ആയതിനു ശേഷം കല്യാണം കഴിക്കണം, ബേസിക് ഇതില്ലേ. അപ്പൊ അതിന്ന് അങ്ങനെയല്ല, ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ അമ്മയുടെ അടുത്ത് പോയിട്ട് മോന്റെ വോയിസ് ഒക്കെ കേൾക്കാറുണ്ടെന്ന് പറയുന്ന സമയത്ത് അമ്മ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തത് കൊണ്ട് അറിയുന്നില്ല. അതെ അതെ. പിന്നെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നു തോന്നുന്നു കുറച്ചൊക്കെ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പം അമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അതായത് മോനിപ്പം ഫിലിമിലൊക്കെ ഡബ് ചെയ്യാറുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അമ്മയ്ക്ക് കുറച്ചൊരു പ്രൗഡ് മൊമെന്റ്. ഓക്കെ, അപ്പൊ എന്നോട് ചോദിക്കും എങ്ങനെ കണ്ടല്ലേ നീ. ഈ ഫിലിം ഫീൽഡായിട്ട് ഇപ്പോൾ കുറച്ച് കണക്ഷൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് നടന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഡബിങ്ങിനേക്കാൾ ഇഷ്ടം ആക്ടിംഗ് ആണ്. ആക്ടിങ്. അപ്പോ ഈ ആക്ടിംഗിലേക്കുള്ള ട്രാക്ക് പോലെയാണ് ഡബിംഗ് എന്ന് പറയുമ്പോൾ. അങ്ങനെ അതിനൊരു ട്രാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയാണ് കുറച്ചുകൂടി ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതെന്ന് തോന്നുന്നു. ഞാൻ 1.5 year എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ശേഷം ഇപ്പോഴാണ് ഓഫീസിലേക്ക് മാറിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇപ്പം കുറച്ച് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാനും തുടങ്ങിയത്. അതായത് ഇവിടുത്തെ കുറച്ച് കോണ്ടാക്ട്സ് കിട്ടിയതും ഒക്കെ. കാരണം ഇവിടുന്ന് നമ്മൾ എന്താ പറയാ, ഭയങ്കര ഈ വർക്ക് പ്രഷറിന്റെ ഇടയിൽ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്തു തുടങ്ങിയാണ് ഞാൻ ഈ ഫേസ് ഒക്കെ വെച്ചിട്ട്. ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. കാരണം ആദ്യം വോയിസ് എടുത്തതിന് ശേഷം അത് സെറ്റാക്കി എടുക്കുക, എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഈ ബ്രേക്ക് ടൈം ഒക്കെ ഉണ്ടാവില്ലേ അപ്പോഴേ എഡിറ്റ് ചെയ്യുക ഓഫീസിൽ നിന്ന്. ഇയർഫോണൊക്കെ വെച്ചിട്ട് കുറേ നേരം ഇരിക്കും. ഇവനെ കാണുന്നവർ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്താ കുറേ നേരമായാലും ചെയ്യുന്നെടുത്ത് വർക്ക് ചെയ്യാന്ന് പറയാനും പറ്റില്ലല്ലോ. അതെ, അതാണ് പ്രശ്നം. പിന്നെന്താ, ഇപ്പൊ അവരും അവിടെയുള്ള ഓഫീസിലുള്ള എന്റെ കൊളീഗ്സും എടാ നീ ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ അവര് ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണോ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്, അതോ നേരത്തെ തൊട്ടേ ഇൻസ്റ്റാഗ്രാം? ഞാൻ വോയിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 year മേലെ ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഫേസ് കാണിച്ചൊക്കെ എനിക്ക് 2-3 മാസമായിട്ടുള്ളൂ ഫേസ് കാണിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിയത് തോന്നുന്നു. അതിന് ശേഷം ഇപ്പൊ വരയ്ക്കുന്നതും അതിന്റെ ഇടയിൽ കൊണ്ടുപോകാറുണ്ട്. ഞാൻ എന്നിട്ട് വരച്ചിട്ട് എനിക്ക് 4.5 കൊല്ലം തോന്നി. ലാസ്റ്റ് വരച്ച എന്താ അറിയോ, നമ്മുടെ മന്ദാരം സോങ്ങിന്റെ അതുല്യയുടെ ആ ഒരു ഫോട്ടോ ഞാനിങ്ങനെ അതാണ് ഞാൻ കണ്ടത്. അതായത് ചിലത് നമ്മൾ കണ്ടു, ഞാൻ വെറുതെ പറയല്ല കേട്ടോ, എനിക്ക് ഇപ്പം ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നുമില്ല വരയ്ക്കും അത്രേ ഉള്ളൂ എന്ന്. പക്ഷേ എനിക്ക് വിഷ്ണു വരച്ചത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചില ഫോട്ടോസില്ലേ നമുക്ക് കറക്റ്റ് ആ ഫോട്ടോ പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇത് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും അതിനു വേണ്ടി ഇരിക്കണം എന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ലേ? തോന്നാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം റീൽസിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കാറുണ്ട്. പക്ഷെ പിന്നെ ആലോചിക്കുന്ന സമയത്ത് സമയം ഇപ്പൊ തന്നെ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെ പോയാലും ഒരു ഫോട്ടോ നല്ല ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഏകദേശം ഒരു ടോട്ടൽ 20 മണിക്കൂറിന്റെ അടുത്ത് ടോട്ടൽ എടുക്കും. കണ്ടിന്യൂസ് ഇരിക്കണോ അതോ? കണ്ടിന്യൂസ് ഇരുന്നാ പോയി. മിക്കവാറും ഞാൻ രാത്രി ഏകദേശം ഒരു 4 മണി വരെ ഇരുന്ന് വരച്ച സമയമൊക്കെ ഉണ്ട്. കാരണം ആ സമയത്ത് ഞാൻ MCA ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ പെയ്ഡ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ബർത്ത്ഡേ വർക്ക്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ 3-4 ദിവസം മുമ്പ് അയച്ചു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് തീർക്കാനുള്ള രീതിയിൽ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. പിന്നെ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാരണം എനിക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നാറില്ല, ഒരു എഫേർട്ട് ഉണ്ടാവാറില്ല. ഈ പാഷൻ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ, ഇപ്പൊ നേരത്തെ സംസാരിച്ചതിനകത്ത് നിന്ന് ഇങ്ങനെ ഞാൻ ചോദിക്കാം, ഈ പാഷനകത്ത് നിന്ന് ക്ലച്ച് പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കൊരു ഇൻകം എന്നുള്ള സാധനം വേണ്ടത് കൊണ്ട് നമ്മളിപ്പം എൻ്റെ പാഷൻ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ക്ലച്ച് പിടിക്കില്ല ഇപ്പോൾ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി. ചെറുതായിട്ട് ഇങ്ങനെ പാടുന്നുള്ളു. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ ആക്ച്വലി ഇറങ്ങി തുടങ്ങി. ഇത് പലർക്കുള്ളൊരു പ്രശ്നമാണ്. നമുക്കത് എങ്ങനെ അത് ചെയ്ത, പക്ഷെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പാഷൻ കൊണ്ട് തന്നെ അവരിങ്ങനെ അതിനകത്ത് ഇങ്ങനെ എഫേർട്ട് ഇട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ അതിൽ പ്രോപ്പർ ആയിട്ടുള്ള റീച്ച് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പോഴും സേഫ് സോണിൽ ഇരുന്നിട്ടാണ് എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എത്താൻ പറ്റും തോന്നുന്നില്ല. കാരണം നമുക്കിപ്പോൾ ഒരു വർക്ക് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കുക, ചിലപ്പോൾ ലീവ് കിട്ടുന്നുണ്ടാവില്ല, അത്ര പ്രശ്നമായിരിക്കും.
അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. ഈ വർഷം തന്നെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? ഈ വർഷം ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത പോലെ തന്നെ. കാരണം ഞാൻ ഇപ്പം വീട്ടിലെത്തിയാലും റെസ്റ്റ് ഇല്ല. പിന്നെ രാവിലെ 9 തൊട്ട് എന്ന് പറഞ്ഞ പോലെ വൈകുന്നേരം വരെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഞാൻ എൻ്റെ എഡിറ്റ് അതുപോലെ തന്നെ ഡബിങ് പരിപാടി കംപ്ലീറ്റ് എൻഗേജ്. അപ്പൊ ഞാൻ എന്നെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ചെറുതായിട്ട് ഇപ്പൊ തോന്നി തുടങ്ങുന്നുണ്ട്. കാരണം കുറച്ചു കാലമായിട്ട് ഞാൻ ഭയങ്കര മടിയാണ്, ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലൊക്കെ റിസൾട്ട് ഉണ്ടാവും. അത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ വർക്ക് ചെയ്തതിൽ കുറവായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ കുറച്ച് ലേസി ആയിരുന്നു, ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് അതിന് എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത്. ആകെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കം പോകുന്നുണ്ട് നന്നായിട്ട്. കാരണം ഞാൻ ചിലപ്പം 3 മണി 2 മണിക്കൊക്കെ ഉറങ്ങാറ്. പിന്നെ നമ്മുടെ സന്തോഷ് സാറ് പറഞ്ഞ പോലെ, സന്തോഷ് സാറ് പറഞ്ഞ പോലെ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം അതിന് എപ്പോഴെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും നമ്മളിടുന്ന എഫേർട്ടിന്. ഇപ്പൊ സിനിമയിലൊക്കെ എങ്ങനെ ചാൻസ് ഒക്കെ വരുമ്പോഴേക്കും ഇനി ജോലി ഒരു തടസ്സമാകും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്? സിനിമയിൽ അങ്ങനെ ചാൻസ്, ഞാൻ ഒരു ഓഡീഷൻ പോയിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ സർക്കിളിലുള്ള ഫ്രണ്ട്സ് കോൺടാക്ട് അങ്ങനെ വെച്ചിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നപ്പോൾ നോക്കുന്നത്. പക്ഷെ എന്തായാലും ഓഡീഷൻസിന് പോകണം, ഉറപ്പായിട്ടും പോകണം. എന്നാൽ മാത്രമേ നമ്മളെ ആൾക്കാർ അല്ലെങ്കിൽ ഫീൽഡിൽ എത്താൻ പറ്റും തോന്നുന്നു. പിന്നെ ആകെയുള്ള ഇപ്പം എൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിങ്ങിൽ ആ ഒരു കോൺടാക്ട് വെച്ചിട്ട് എത്താൻ പറ്റുന്നു. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഈ ഡബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളിൽ അവർ അഭിനയിക്കാണല്ലോ. അതായത് എനിക്ക് അഭിനയിക്കുക, സ്ക്രീനിൽ അഭിനയിക്കണേക്കാട്ടിലും കുറച്ചുകൂടി പാടാ. നമുക്കത് ഒന്നുമില്ലാതെ, ഇമോഷൻ ഒന്നും ഇല്ലാതെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മുറിക്കുള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ആ ഇമോഷൻ വരുത്തിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അത് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? അല്ല, എല്ലാം എഫേർട്ട് ഇടാറുണ്ട്, മാക്സിമം എഫേർട്ട് ഇടാറുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര പാടാണ് ചെയ്യാൻ. ആമസോണിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാടും ചെയ്തിട്ടില്ല, ഇപ്പൊ അടുത്ത ചെയ്തു തുടങ്ങി. അപ്പൊ അതിൽ ഭയങ്കര എന്താ പറയാ, ഇമോഷണലി ഭയങ്കരമായിട്ട് ആർത്ത് വിളിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറെ ചെയ്തപ്പോ ലാസ്റ്റ് പിന്നെ സൗണ്ട് വരുന്നില്ല കുറെ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മള് എന്താ പറയാ, ഓരോ ചലഞ്ചാണല്ലോ ചെയ്യാനുള്ളത്. ഇപ്പോ അങ്ങനെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് കുറച്ചുകൂടി നമുക്ക് നമ്മൾ തന്നെ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസും പ്രാക്ടീസും ഒക്കെ ആയിട്ട് കണക്കാക്കിയിട്ടാണ് മുന്നോട്ട് പോവുക. അതെ, കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇതെന്താണെന്നോ അത് എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെ ചെയ്യും, അതായത് ഓരോന്നും ചെയ്യുന്ന സമയത്താണ് ഓക്കെ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള ഡബിങ് ഡയറക്ടേഴ്സ് ഒക്കെ ഓക്കെ ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നൈസായിരിക്കും എന്ന് പറയുന്ന സമയത്താണ് ഓക്കെ നമ്മൾ അങ്ങനെ പിടിക്കണം, ആ മീറ്റർ പിടിക്കണം എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ഫാമിലിയിൽ ഒന്നൊരു ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ഫീൽഡായിട്ട്. അപ്പോൾ എനിക്ക് അതിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണമായിരുന്നു. അപ്പം അതിന് കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇട്ടിട്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ട്രെയിനിങ്സ് ഒക്കെ ഉണ്ട് വോയിസ് ആർട്ടിസ്റ്റ് ആവാനായിട്ട് ഒരുപാട്. പക്ഷെ അതൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ എന്റേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത്. സ്റ്റുഡിയോ ഒക്കെ ഉണ്ടോ? എങ്ങനെയാ അതിന്റെ സ്റ്റുഡിയോ ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും റീൽസ് ഒക്കെ ഫോണിലാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള അഡ്വർടൈസ് ഫോണിൽ ചെയ്തിട്ട് അത്ര ക്ലാരിറ്റി കാര്യങ്ങളും കിട്ടും. ഫോണിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായി ഡബ് ചെയ്യുന്ന സമയത്ത് മിക്സ് പ്രോപ്പറായി കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടാറുണ്ട്. ഏത് സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്നത്? ഇല്ല, ഞാനിപ്പം ഫോണിൽ ചെയ്യുന്ന CapCut ചെയ്യുന്നത്. ചിലപ്പം പി സിയിലാണെങ്കിൽ FL സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അതല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ചെയ്യണം, അപ്പം എന്താ പറയുക സ്റ്റുഡിയോയിൽ പോയി ചെയ്യാം അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തോന്നുമല്ലോ ഒരു പ്രത്യേക ഒരു വോയിസ് അത് സ്റ്റുഡിയോയിൽ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കുറച്ചുകൂടി കിട്ടും സ്റ്റുഡിയോ ചെയ്ത് കഴിഞ്ഞാൽ. ഞാനിപ്പം ബാക്കിയുള്ള വർക്ക്സ് എല്ലാം സ്റ്റുഡിയോയാണ് ചെയ്യുന്നത്. ഇപ്പം എന്റെ റീൽസിലേക്കുള്ളത് മാത്രം അങ്ങനെ. കാരണം എത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം ട്രാവൽ ചെയ്യുന്നുണ്ടാവും കോഴിക്കോടും. കാരണം നാട്ടിൽ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് അതെല്ലാം കൂടെ കൊണ്ടുപോകാനൊക്കെ ടാസ്ക്കാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനത്തെ എളുപ്പം നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇപ്പോ എന്താ ഇപ്പം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് ഇതുവരെ ഇങ്ങനെ നടക്കാതെ പോയി, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പിന്നെ ചെയ്യാം, അങ്ങനെ ഏതെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒരു അതായത് നോർമലി എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്ന മാത്രമേ ഞാൻ ചെയ്യാൻ നോക്കാറുള്ളൂ. കാരണം ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നടക്കൂല എന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് എങ്ങനെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കും. ചിലപ്പം ഒരു 4-5 ടേക്ക് പോകും, എന്നാലും ചെയ്തെടുക്കാൻ നോക്കും. ഇപ്പൊ കമന്റ്സിൽ കുറെ ഡയലോഗ്സ് ഒക്കെ വരാറുണ്ടല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ സജഷൻസ് പറയാറുണ്ടല്ലോ, ഇത് ചെയ്യോ അത് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട്. DM-ൽ വരണതല്ലാതെ ഈ സജഷൻസ് കുറെ ആൾക്കാർ ഇടുമ്പോഴേക്കും അതിനകത്തുനിന്ന് പിക്ക് ചെയ്തിട്ട് എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത് കുറച്ചുകൂടി ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്, കാരണം അവര് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്? ഉണ്ട്. ഞാൻ
ഞാൻ നോർമലി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൽ പിക്ക് ചെയ്യാറ്. അങ്ങനെയാണോ ഈ മറ്റേ പ്രശംസ? അതെ അതെ, എല്ലാം ഒരുവിധം എനിക്കൊന്ന് വൈരാഗി അതൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓഡിയൻസ് ഇങ്ങനെ പറഞ്ഞു ഇത് ചെയ്തു നോക്കൂ, അപ്പോഴെനിക്കറിയില്ല ഇത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് ചെയ്തു നോക്കുക. ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടം, ഇത്രയും റീൽസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ? ഒരെണ്ണം മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വൈരാഗിയാണ്. ഞാൻ വൈരാഗി ഗൃഹസ്ഥനാക്കി മാറ്റിയത് അതെനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണൽ കുറച്ച് ഫേവറേറ്റ് ആണ്. പിന്നെ ബാഹുബലി എനിക്കിഷ്ടമാണ്. ഈ വില്ലൻ ക്യാരക്ടറിന്റെ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു നമ്മൾക്ക് ഇങ്ങനെ നായകന്റെ ചെയ്യുമ്പോ ഓക്കെയാണ്, പക്ഷെ ഈ വില്ലന്റെ ചെയ്യുമ്പോ നമുക്ക് എക്സ്ട്രാ ഭയങ്കര എനർജി വേണ്ടതായിട്ടൊക്കെ തോന്നി. ഞാനിപ്പോ റീസെന്റ് ചെയ്തിട്ടുണ്ട് ഷമ്മി ചേട്ടന്റെ 1-2 ആയിരുന്നു. പക്ഷെ അത് ആ മീറ്റർ പിടിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഞാൻ എന്റെ ഒരു വേർഷൻ ചെയ്ത് നോക്കാന്നുള്ളൂ. കാരണം ഷമ്മി ചേട്ടന്റെ ബേസ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, ടാസ്കാ. അപ്പൊ എന്റെ മീറ്ററിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. മാക്സിമം നമ്മൾ ബേസ് വോയിസിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത്രയും ബേസ് വോയിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത്. പിന്നെ മോഡുലേഷൻ എനിക്ക് തോന്നുന്നു ആ മോഡുലേഷനിൽ കാരണം ഓൾറെഡി ഇപ്പം ചെയ്തു വെച്ചിട്ടുള്ള അത്രയും ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കും ഇതാണ് വോയിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിന്റെ മേലെ എത്രയൊക്കെ ഇനി ചെയ്തു കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആൾക്കാർക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്കൊന്ന് ബാഹുബലി ഇപ്പം ചെയ്ത സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 1-2 അങ്ങനെ ചെയ്ത സമയത്ത് ഈ ചില ആൾക്കാർ ഇങ്ങനെ ഡബിങ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ഇങ്ങനെ ജിംഗിൾസ് ചെയ്യുമ്പോഴേക്കും ആഡ്സുകൾ ചെയ്യുമ്പോഴേക്കും അവർ എന്താ വെച്ചാൽ ഒരു പ്രത്യേക ഒരു മോഡുലേഷനിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ജനകോടികളുടെ വിശ്വസ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോഴേക്കൊക്കെ പെട്ടെന്നൊരു ഒരു ടോൺ ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അത് നേരെ നമ്മൾ വേറൊരു ഒരു ക്യാരക്ടറിനെ നമ്മളത് ഡബ് ചെയ്യുമ്പോഴേക്കും അത് ഭയങ്കര വ്യത്യാസമാണ്. ഇത് രണ്ടും എപ്പോഴെങ്കിലും ക്ലബ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് മാച്ചായിട്ട് പോവാറുണ്ടോ? അതായത് ഇപ്പം പൊതുവെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ അഡ്വർടൈസ്മെന്റ് മോഡുലേഷൻ വേണമെന്ന് പറയാറില്ല. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേഷൻ വേണം, അതിന്റെ കൂടെ പക്ഷേ കുറച്ച് നമ്മുടെ അഡ്വർടൈസ്മെന്റിന്റെ മോഡുലേഷൻ ചെറുതായിട്ട്, അതായത് ലാസ്റ്റ് വരെ നരേഷൻ പോലെ പോയിട്ട് ലാസ്റ്റിൽ മാത്രം പറയുന്ന സമയത്ത് ഈ ഒരു മോഡുലേഷൻ അഡ്വർടൈസ്മെന്റ് മോഡുലേഷൻ വേണമെന്ന് പറയാറുണ്ട്. കാരണം ആ ഒരു ഇത് കുറെ മാറി വരുന്നുണ്ട് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ട്, നമ്മൾ ടി വിയിൽ കേൾക്കാറുണ്ടല്ലോ. അതിനൊരു ഫാൻ ബേസ് ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഇപ്പൊ നേരത്തെ ആ ഒരു മോഡുലേഷനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പം ആഡ്സിന്റെ ഒക്കെ, അത് ഇങ്ങനെ കേൾക്കാൻ തന്നെ ഭയങ്കര രസമുണ്ട്. എനിക്ക് ആർട്ടിസ്റ്റിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു താടി വളർത്തിയിട്ടുള്ള പേര് എനിക്ക്, പക്ഷെ ആള് ആർട്ടിസ്റ്റ് ആണ്. അപ്പം ആളുടെ ഇങ്ങനെ വോയിസ് ഓവറുകൾ ഞാൻ ഇങ്ങനെ കേൾക്കണം. അതായത് കൂളായിട്ടിരുന്ന് സംസാരിക്കുമായിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ മാറി ഷിഫ്റ്റ് ചെയ്യുന്നത്, അത് എക്സ്പീരിയൻസ്. അപ്പൊ അത്രയും നാള് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. ഇപ്പം വിഷ്ണുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിഷ്ണു അതിനു വേണ്ടി എത്രത്തോളം എഫേർട്ട് ഇടാറുണ്ട്, നല്ല എഫേർട്ട് ഇടാറുണ്ടെന്ന് അറിയാം. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റും, അങ്ങനെ വിചാരിച്ചു. എന്റെ ഈ ഒരു ഞാൻ എന്നെ തന്നെ എന്താ പറയാ വിലയിരുത്തുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ബൈക്കിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലേ ഹെൽമെറ്റിനുള്ളിൽ നിന്ന് സംസാരിച്ച് ആരും കേൾക്കില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഡബ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട് ചില ഡയലോഗ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. കാരണം നല്ല സ്പീഡിലായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവുക, നല്ല കാറ്റടിക്കല്ലോ, ആ സമയത്ത് എന്തായാലും കേൾക്കില്ല. അപ്പം കൂടുതലും ഞാൻ എന്നെ തന്നെ ഇത് ഓക്കെ ആകുമോ എന്നുള്ളത് കൂടുതൽ നോക്കുന്ന ആ സമയത്തായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് തണുപ്പുള്ളതൊന്നും കഴിക്കാറില്ല. അപ്പം അതെ ഞാൻ ചോദിക്കാൻ വരുന്ന ഐസ്ക്രീം കഴിക്കാറുണ്ടോ എന്നുള്ളത്. ചിലപ്പം ഫ്രണ്ട്സ് എല്ലാവരും വാങ്ങി കഴിക്കുന്ന സമയം നീ കഴിക്കുന്നില്ലേ, കഴിക്കുന്നില്ല എന്ന് പറയും. അത് ചിലപ്പോ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും, അവൻ ഐസ്ക്രീം ഒന്നും കഴിക്കത്തില്ല എന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വോയിസ് ചെയ്യുന്നത് കൊണ്ട് അവൻ ഐസ്ക്രീം. ഫ്രണ്ട് സർക്കിളിൽ പോകുന്ന സമയത്ത് പുച്ഛാണ്, അവൻ തോട്ടങ്ങി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് പറ്റത്തില്ല. ഇപ്പൊ അവർക്ക് പക്ഷെ അവൻ ഒരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ നല്ലൊരു സംഭവം ഉണ്ട്. ഫസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വേണ്ട ഐസ്ക്രീം വേണ്ട, തൊണ്ട പ്രശ്നമാവും, ചൂടുവെള്ളം മാത്രമേ കുടിക്കുള്ളൂ, അങ്ങനെ ചൂടുവെള്ളത്തിന്റെ ബോട്ടിൽ കൊണ്ടുപോകാം. അടുത്തത് മാക്സിമം ഞാൻ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. കാരണം ആ ഒരു വോയിസ്, കാരണം പെട്ടെന്നൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഡബിങ് ആർട്ടിസ്റ്റിന്റെ ടൂൾ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും വോയിസ് ആണല്ലോ, അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ ഒരുപാട് വോക്കൽ അതൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്, അതായത് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഇങ്ങനെ സ്പീച്ച് തെറാപ്പിസ്റ്റ് അല്ല, ഇതിന് പ്രത്യേക ഒരു
വോയിസ് ട്രെയിനറോ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നു. ആളിങ്ങനെ എനിക്ക് മറ്റേ ഇതുണ്ടായിരുന്നു ലിപ്സമോ അങ്ങനെ എന്തോ ഒരു എസ് പറയണതിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെ കുറെ എടുത്ത് മാറാൻ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും പറയുമ്പോൾ പറയുമ്പോൾ പ്രശ്നമുണ്ട് ഇപ്പോഴും. അല്ല എനിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉളുക്ക് കിട്ടാറുണ്ട്. അതായത് നമ്മൾ ചില ഈ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലീഷ് മൂവിക്കൊക്കെ ഡബ് ചെയ്യുന്നുണ്ടെങ്കിൽ തമിഴാണെങ്കിലും ഒക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അവരുടെ മീറ്ററിൽ പിടിക്കും വേണം, ഇമോഷൻ പിടിക്കും വേണം, എല്ലാം ഒരുമിച്ചായിരിക്കും വേണ്ടി വരിക. അപ്പൊ ഈ സമയത്ത് ചില കേട്ടിട്ടുണ്ടാവും KGF-ലൊക്കെ ഡയലോഗ് അരുൺ ചേട്ടൻ പറഞ്ഞു പോകുന്ന ഒരു സ്പീഡില്ലേ, അപ്പൊ ക്ലാരിറ്റിയും വേണം വേർഡ്സിന്, അതുപോലെ തന്നെ ഇമോഷൻ പിടിക്കും വേണം, ആ മീറ്ററിന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറാനും പറ്റില്ല. അത് കുറച്ച് ചാലഞ്ചിങ് ആണ്. ഈ ഡബ്ഡ് വേർഷൻ ഒക്കെ ചെയ്യുമ്പോ ഭയങ്കര പാടല്ലേ, കാരണം വേറെ ലാംഗ്വേജ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിന്റെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഈ തെലുഗു അങ്ങനെയുള്ള മൂവീസ് ഒക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് അവരിങ്ങനെ ചടപടേന്ന് ഇങ്ങനെ പറഞ്ഞു പോകും. നമുക്ക് ആ ലിപ്സിംഗ് കറക്റ്റ് ആകും. ഭയങ്കര ടാസ്ക് ആണ് പിടിക്കാൻ. ചിലപ്പോൾ ഭയങ്കര സ്പീഡിലുള്ള ഡയലോഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ലാഗ് ആയിരിക്കും, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പോ നമ്മൾ ചില വേർഡ്സ് ഒക്കെ പറയുന്ന സമയത്ത് നീട്ടി വലിച്ച് അങ്ങനെ പറയേണ്ടി വരും. എന്താ എക്സാമ്പിൾ ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല പറയുന്നത്. ഇതിപ്പോ കറക്റ്റ് ആ മീറ്റർ ഒപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ കാണിക്കുമ്പോ ചില സമയത്ത് പാളിയൊക്കെ പോകാറുണ്ട്. അല്ല, അതായത് ഞാൻ അവിടെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് പാളി പോയോ, അപ്പൊ അവർ ഒരു കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറയും. കാരണം ഞാൻ പൊതുവെ ഒരുപാടൊന്നും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഞാൻ ചെയ്തു വരുന്നേ ഉള്ളൂ. അപ്പോ അവർക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചോദിക്കും ഓക്കെ ആണോ, ഒന്നും കൂടെ എടുക്കണോന്ന് ചോദിക്കും. നമുക്ക് ബാഹുബലിയിലെ ആ ഒരു ചെയ്യാൻ പറ്റുമോ? അത് നമ്മുടെ കട്ടപ്പഴ ഡയലോഗ് പറഞ്ഞാൽ പോരെ? മറ്റേ മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയരായ കാലകേരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. അടിപൊളി. മറ്റേ അതിനകത്ത് വില്ലൻ ഉണ്ടായിരുന്നല്ല, അയാളുടെ ഒരു ചെറിയൊരു കട്ടുണ്ട്, അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, ഞാൻ പല്ലാരി ദേവനോ പൽവാൽ ദേവനോ തോന്നുന്നു. പൽവാൽ ദേവൻ കട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റാണ അല്ലെ, റാണയുടെ കട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ കണ്ടു, കമന്റ്സിൽ വന്നിട്ടുണ്ടല്ലേ, ഒരു 5-6 കമന്റ് ഞാൻ കണ്ടു. അപ്പൊ എനിക്കും അത് ഇത് ചെയ്തപ്പോഴത്തേനും പെട്ടെന്ന് അത് കണക്ട് ആയി. ഏറ്റവും കൂടുതൽ ഇങ്ങനെ രാംചരന്റെ കട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. രാംചരൻ, പക്ഷെ എനിക്ക് ഇത് കേട്ടപ്പോഴത്തേനും പെട്ടെന്ന് മറ്റേ പൽവാൽ ദേവന്റെ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കായിരുന്നില്ലേ? നോക്കണം. ഇനിയിപ്പോ ചെന്ന് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ കട്ടപ്പയ്ക്ക് ഭയങ്കര ഫാൻസ് അല്ലോ, ഫാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അല്ല, പ്രത്യേകിച്ച് ബാഹുബലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനല്ലേ, ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. വിചാരിച്ചപ്പോ എനിക്ക് അറിയില്ലായിരുന്നു ആൾക്കാരിലേക്ക് എത്തുന്നുള്ള കാര്യം, എങ്ങനെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു പൽവാൽ ദേവന്റെ എന്തായാലും ഭയങ്കര അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തരണം കേട്ടോ. ഇപ്പൊ ജീവനയില് ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വരയ്ക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ അവിടെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, ആർട്ട് ഡയറക്ഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണോ അങ്ങനെയൊന്നും അറിഞ്ഞിട്ട് വന്നോന്നല്ല. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് എന്താ പറയുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ടായിരുന്നു. അതായത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്നോട് അതിന്റെ ഡയറക്ടർ മനോട്ടൻ ചോദിച്ചു, എടാ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് കുഴപ്പമില്ല, എനിക്കറിയാം എന്നെ കൊണ്ട് പറ്റുന്നുള്ള കാര്യം. അങ്ങനെയാണ് ചെയ്ത് അതിലേക്ക് വരുന്നത്. പിന്നെ അതിലൊരു ഫ്രെയിം വരച്ചു. അങ്ങനെ എന്തോ കുറെ ആൾക്കാരിലേക്ക് ആ സോങ് എത്തി. അത് ഇപ്പോഴും കേൾക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ പാട്ട് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടുപേരും പാടും. എനിക്ക് പാടി എന്തിനാ വെറുതെ, നല്ലപോലെ ഹരിച്ചേട്ടൻ പാടി വെച്ചിട്ടുണ്ട്, ഞാനത് വെറുതെ കൊളാക്കുന്നില്ല. ഓക്കെ, ഇപ്പോഴത്തേക്ക് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് പ്ലാൻസ്? ഇനി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് എൻ്റെ ആ ഒരു ഡേഞ്ചർ സോണിലേക്ക്, ഡേഞ്ചർ സോൺ ഞാൻ പറഞ്ഞില്ല, കാരണം എന്റെ പാഷനിലേക്ക് ഞാൻ ഇറങ്ങാൻ നോക്കണം. അത് കംഫർട്ട് സോൺ ആക്കും. അതെ, അത് കംഫർട്ട് സോൺ ആവണം. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾക്ക് ടൈം എടുത്താൽ നമുക്ക് ആ ഒരു മനസ്സിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ട് ആ സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ അത് ആക്ച്വലി കിട്ടുന്നില്ലേ? ഇപ്പൊ അതായത് ഇപ്പം വർക്കില് നമ്മള് സ്ട്രെസ്ഡ് ആയിരിക്കും, പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇതിപ്പോ ചെയ്യുമ്പോ ഒരുപാട് ആൾക്കാർ അറിയുമ്പോ അവർക്കൊക്കെ ഇഷ്ടാവുന്നുണ്ട് എന്ന് അറിയുമ്പോ കേൾക്കുമ്പോ ഒരു സുഖല്ലേ? റൂമിലിരുന്ന് ചെയ്യുന്ന സാധനം കാണുന്ന സമയത്ത്, ഇപ്പൊ റോട്ടിൽ നിന്നാണെങ്കിലും കാണുന്ന സമയത്ത് ബ്രോഡ് ഭയങ്കര ഫാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നെ തന്നെയാണോ ചോദിക്കാറുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഒരാള്, ഞാനിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പൊ ആ സമയത്ത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-24 വയസ്സുള്ള ഒരാള്, അപ്പൊ അവങ്ങനെ ചേട്ടനോട് വരുമെന്ന് വെച്ചാൽ എന്താ, ഞാൻ വിചാരിച്ചത് വഴി സാധാരണ റോഡിൽ സൈഡായി കഴിഞ്ഞാൽ വഴി ചോദിക്കാനാണല്ലോ നിർത്തുക. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്രോ എന്ന് പറഞ്ഞപ്പോ ബ്രോഡ് ഭയങ്കര ഫാനാണ്, ബ്രോ വോയിസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു ചെയ്യാറുണ്ട്. പെട്ടെന്ന് കെട്ടി പിടിച്ചിട്ട് ഭയങ്കര
സെൽഫി എടുത്തു പോയി. ഞാൻ സെൽഫി എടുക്കാൻ എവിടെയെങ്കിലും പോകുമ്പോ വിഷ്ണുവിന്റെ വോയിസ് തന്നെ ആരെങ്കിലും പ്ലേ ചെയ്യണ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനൊന്നും. ഇപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയാ, പോഡ്കാസ്റ്റ് ഒന്നും ചെയ്യാറില്ല. റീൽസ് ഒക്കെ കാണുമ്പോഴേ, ഇപ്പം ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേക്കൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നതൊക്കെ എന്താ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ബ്രോ അല്ലേ ചെയ്യാറ്, പറഞ്ഞ പോലെ മൂകാംബിക പോയ സമയത്തും അങ്ങനെ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ബ്രോ അല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് റോട്ടിന്റെ മേലെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഞാൻ നടന്നു പോകുന്നത്, ഞാനാണെങ്കിൽ ഇങ്ങനെ ആടിപ്പാടി നടന്നു പോകുന്ന സമയത്ത് അങ്ങനെ ഈ സ്പിരിച്വൽ വേ മാറ്റണം, അല്ലെങ്കിൽ വേറെ കുറച്ച് ഫിലിം റിലേറ്റഡ് സാധനങ്ങൾ ചെയ്യണം എന്നുള്ളത് തോന്നി തുടങ്ങി. കാര്യം അറിയും, ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അത് ശിവൻ കാരനാണ്. അതെ, ബാക്കി എല്ലാത്തിനും വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾ ഐഡന്റിഫൈ ചെയ്യുന്ന എനിക്ക് തോന്നി പറഞ്ഞ പോലെ ശിവൻ ചെയ്തിട്ടില്ലേ ബ്രോ അല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേന് ഈ കംഫർട്ട് സോൺ ഒക്കെ മാറ്റിയിട്ട് ഫുൾ ടൈം ഇതിൽ തന്നെ ഇരിക്കാനാണ് പ്ലാൻ? ഉറപ്പായിട്ടും കുറച്ച് പരിപാടി പ്ലാനിങ് ഒക്കെ ഉണ്ട്. സക്സസ് ആവുമായിരിക്കും, ആവട്ടെ. എല്ലാം സക്സസ് ആവട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വരട്ടെ. അതെ, താങ്ക് യു. പെട്ടെന്ന് ഇറങ്ങട്ടെ. അതിപ്പോഴും കറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മറന്നുപോയി. ഞാൻ ചിലപ്പോ ആലോചിക്കും ഞാൻ പാട്ട് പാടും. പാട്ട് പാടാല്ലേ? എന്താ, ഞാൻ പോവാ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് റീൽസ് ഒക്കെ ഇതുപോലെ ട്രെൻഡിങ് ആയി മാറട്ടെ. പിന്നെ പൽവാൾ ദേവൻ ചെയ്യണം, അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തരണം. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.